സംസ്ഥാനത്ത് നിന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. 10 ജില്ലകളിൽ നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യത നിലനിൽക്കുന്നതിനാൽ ജാഗ്രത തുടരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത എന്ന മുന്നറിയിപ്പുമുണ്ട്. വിവരങ്ങളുമായി സനിസ ചേരുന്നുണ്ട്. സനിസ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഒരേപോലെ മലയോര മേഖലയിലും ഒപ്പം കടലോര മേഖലയിലും മുന്നറിയിപ്പ് നിൽക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? അതെ ഹർഷൻ, ഇന്നും ജാഗ്രത തുടരണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നും ലഭിക്കുന്നത്. വരുന്ന 4 ദിവസവും മഴ തുടരും. ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് തുടരുന്ന ഒരു സാഹചര്യമാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് തുടരുന്നത്. ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടും തുടരുന്നുണ്ട്. നാളെ 4 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. നാളെയും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലേർട്ട്. ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. മറ്റന്നാളും മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. മുഴുവൻ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. അതിനുശേഷം മഴയ്ക്ക് ചെറിയ രീതിയിൽ അതിനുശേഷവും ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടെങ്കിൽ പോലും 4ാം ദിനവും ഉണ്ടെങ്കിൽ പോലും ചെറിയ രീതിയിൽ ഒരു ശമനം വന്നതായിട്ടാണ് നമുക്ക് കാലാവസ്ഥാ വകുപ്പിന്റെ മാപ്പുകളൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വരുന്ന 4 ദിവസം മഴയുണ്ട്. അതീവ ജാഗ്രത തുടരണം. മഴക്കൊപ്പം തന്നെ കള്ളക്കടൽ ആക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കുമുള്ള മുന്നറിയിപ്പ് കൂടി കേന്ദ്ര സമുദ്രസ്ഥിതി പഠന വകുപ്പ് കൂടി നൽകിയ ഒരു സാഹചര്യമാണ്. ഇത്തരത്തിൽ ഈ മഴയെ തുടർന്ന് ഇന്ന് 10 ജില്ലകളിൽ അവധി തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മഴയ്ക്കൊപ്പം കാറ്റിനും ശക്തമായ കാറ്റിനും സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശാനുള്ള സാഹചര്യമുണ്ട്. കൂടാതെ ഈ മഴ കഴിഞ്ഞ കുറേ ദിവസമായി കേരളം ദുരന്തമുഖത്താണ്. മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഒക്കെ പലയിടങ്ങളിലുമായിട്ടുണ്ട്. ഇത് ഇന്നും തുടരാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇന്നും അതിനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ 24 മണിക്കൂർ മിന്നൽ പ്രളയത്തിനുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ എങ്കിൽ പോലും അത്തരത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള ദുരന്തം ഒന്നും സംസ്ഥാനത്ത് സംഭവിച്ചില്ല എന്നതിൽ തന്നെ ഒരു പ്രത്യാശയുണ്ട്. മഴ ചെറിയ രീതിയിൽ ശമിക്കുന്നു എന്ന് വേണം അതിൽ നിന്നും കാണാൻ വേണ്ടിയിട്ട്. കൂടാതെ തന്നെ ഇന്നും മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണം. വടക്കൻ കേരളത്തിന്റെ മലയോര മേഖലയിലും അതുപോലെ തന്നെ ഓറഞ്ച് അലർട്ട് നിൽക്കുന്ന ജില്ലകളിലെ മലയോര മേഖലയിലും അതീവ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണ്. അതുപോലെ തന്നെ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ കള്ളക്കടൽ ആക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കുമുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവിടെയുള്ള തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യമാണ്. പൊതുജനങ്ങളും ഇത്തരത്തിൽ മഴ കനത്ത സാഹചര്യത്തിൽ യാത്രകൾ പരമാവധി ഒഴിവാക്കണം. മണ്ണിടിച്ചിലിനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്. കാരണം മണ്ണ് നനഞ്ഞ് കുതിർന്ന് നിൽക്കുന്ന സാഹചര്യമാണ്. അതിശക്തമായ മഴ ഉള്ള സാഹചര്യത്തിൽ അത് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പൊതുജനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം. നദികളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ അരികിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണ്. എന്തെങ്കിലും അപകട സാധ്യതയുണ്ടെങ്കിൽ അധികൃതരെ അറിയിച്ചുകൊണ്ട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. സംസ്ഥാനത്ത് ഇത്തരത്തിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട കണക്കുകൾ എടുക്കുകയാണെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 18,000-ലേറെ ആളുകൾ താമസിക്കുന്നുണ്ട്. ഇതോടുകൂടെ തന്നെ 25 പേരുടെ ജീവൻ ഈ മഴക്കെടുതിയിൽ നമുക്ക് നഷ്ടമായി എന്ന് തന്നെ പറയാം. കൂടാതെ വീടുകൾ പൂർണ്ണമായും ഭാഗികമായും തകർന്ന സാഹചര്യമുണ്ട്. കോട്ടയത്തും ഇടുക്കിയിലുമൊക്കെയാണ് കൂടുതലായിട്ടും ഇത്തരത്തിൽ വീടുകൾ തകർന്ന ഒരു സാഹചര്യം. പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുന്നത്. കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ 5 പേരാണ് കോട്ടയത്ത് നിന്നും മരിച്ചതായിട്ട് നമുക്ക് കണക്കുകൾ പറയുന്നത്. എന്തായാലും ഈ മഴക്കെടുതി പെട്ടെന്നുണ്ടായ ഈ എൽനിനോയുടെയും അതുപോലെ തന്നെ ന്യൂനമർദ്ദ പാത്തിയുടെയും ന്യൂനമർദ്ദത്തിൻ്റെയും ഈ ചക്രവാത ചുഴിയുടെയും ഒക്കെ സ്വാധീന ഫലമായിട്ടാണ് പെട്ടെന്ന് സംസ്ഥാനത്ത് ഇത്തരം പ്രതിഭാസങ്ങളുടെ സ്വാധീന ഫലമായിട്ടാണ് കുറഞ്ഞ സമയത്ത് കൂടുതൽ അളവിൽ മഴ ലഭിക്കുകയും ഒരു ദുരന്തമുഖത്തേക്ക് സംസ്ഥാനം പോവുകയും ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ
വലിയ രീതിയിൽ മഴ കനത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കൂടാതെ ഈ കണ്ണൂരിൽ നിന്ന് ലൈഫ് ജാക്കറ്റ് അടക്കം ഊരി നൽകി രക്ഷാപ്രവർത്തനത്തിനിടെ മരണമടഞ്ഞ രാജേഷിന്റെ മൃതദേഹം ഇപ്പോൾ നേമത്തെ വീട്ടിലേക്ക് ഇന്ന് 10 മണിയോടെ എത്തും. 11 മണിക്കായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാരം. 10 മണിക്ക് പൊതുദർശനം ഉണ്ടാകും. വലിയ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം, രക്ഷാപ്രവർത്തനത്തിനിടെ സ്വന്തം ലൈഫ് ജാക്കറ്റ്, സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ ലൈഫ് ജാക്കറ്റ് ഊരി നൽകി മറ്റൊരാളുടെ ജീവൻ രക്ഷിച്ചതിന് ശേഷമാണ് രാജേഷ് ഈ ലോകത്ത് നിന്നും വിട പറയുന്നത് എന്ന് തന്നെ പറയാം. കൂടാതെ അദ്ദേഹത്തിന് വേണ്ടി തിരച്ചിൽ വളരെ ഊർജിതമായ, കാടുകളിലെങ്ങാനും അദ്ദേഹം ഉണ്ടാകുമെന്ന് കരുതി തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവൻ നമുക്ക് നഷ്ടമാവുകയായിരുന്നു. ഇന്ന് 11 മണിയോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാരം ഉണ്ടാകും. എന്തായാലും സംസ്ഥാനം ഇന്നും ജാഗ്രതയോടെ തന്നെ തുടരണം. വരുന്ന 4 ദിവസം ജാഗ്രതയോടെ തുടരണമെന്ന മുന്നറിയിപ്പുകളാണ് ഹർഷൻ പുറത്തേക്ക് വരുന്നത്.